ചിലർ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്? ക്രാബ് മെന്റാലിറ്റി എന്ന ആശയം വളരെ ലളിതമാണ്. ഒരു ബക്കറ്റിൽ കുറെ ഞണ്ടുകളെ ഇടുക. ഒരു ഞണ്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ള ഞണ്ടുകൾ അതിൻ്റെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കും. അവസാനം ആരും രക്ഷപ്പെടില്ല. യഥാർത്ഥ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ നമ്മളെ മറവിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തും. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകാൻ ഉപദേശങ്ങൾ നൽകും. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് തമാശകൾ മെനയും. നിങ്ങൾ വിജയിച്ചാൽ മൗനം പാലിക്കും. നിങ്ങൾ വളരുമ്പോൾ അധിക വിമർശനം ഉണ്ടാവും. അത് ദേഷ്യം കൊണ്ടല്ല, ഭയം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ പുരോഗതി അവരെ കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. അവരെടുത്തിട്ടില്ലാത്ത അവസരങ്ങൾ, അവരൊഴിവാക്കിയ റിസ്കുകൾ, അവർ തിരഞ്ഞെടുത്ത കംഫർട്ട് സോണുകൾ. ഹാർഡ് ട്രൂത്ത് എന്താണെന്നറിയോ? അവരാരും തന്നെ നിങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരെക്കാൾ ഉയരത്തിലേക്ക് നിങ്ങൾ പോകുന്നത് അവർക്കൊട്ടും തന്നെ ഇഷ്ടമല്ല. ഏറ്റവും രസകരമായ കാര്യം, ഇത് ചെയ്യുന്നത് അപരിചിതരല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങളുടെ സഹപ്രവർത്തകരാകാം, എന്തിന് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലുമാകാം. കാരണം മറ്റൊന്നുമല്ല, അടുത്ത ബന്ധമുണ്ടാകുമ്പോൾ താരതമ്യവും കൂടുതലായിരിക്കും. നിങ്ങൾ വേഗത്തിൽ വളരുമ്പോൾ, നിങ്ങളുടെ ശീലങ്ങൾ മാറുമ്പോൾ, നിങ്ങൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവരെ ട്രിഗർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാവരുടെ മുന്നിലും വിശദീകരിക്കരുത്. ഒരിക്കലും അംഗീകാരങ്ങൾ തേടരുത്. സംശയങ്ങളോട് വാദിക്കരുത്. അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി ഒരിക്കലും ചെറുതാകരുത്. എന്താണ് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം? നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി മാത്രം പങ്കിടുക. നിങ്ങളെക്കാൾ മുന്നിലുള്ളവരുമായി ഇടപഴകുക. നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങളുടെ റിസൾട്ടുകൾ സംസാരിക്കണം. ഞണ്ടുകൾ മറ്റുള്ളവരെ താഴേക്ക് വലിക്കുന്നത് അതിന് മറ്റൊരു മാർഗം അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്കറിയാം. അതിനാൽ കയറുക. എന്ത് സംഭവിച്ചാലും മുന്നോട്ട് തന്നെ കയറുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.